ഹലോ നമസ്കാരം, ഞാൻ മജിഷ ഫ്രം ആത്മീയ ഡിസൈനർ സ്റ്റുഡിയോ. എല്ലാവരും ന്യൂ ഇയർ ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് നമ്മൾ ന്യൂ ഇയർ ആയിട്ട് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തുന്നുണ്ടെന്നുള്ളത്. കുറച്ച് ചേഞ്ചസ് നമ്മളൊരു പിന്നെ ഒരു പുതിയ വർഷം തുടങ്ങല്ലേ, അപ്പോൾ തന്നെ കുറച്ച് നല്ല ചേഞ്ചസ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് കുറച്ചും കൂടെ നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് 2-3 ചേഞ്ചസ് വരുത്തുന്നുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ഒരു നമ്പറും കൂടെ നമ്മൾ ബുക്കിങ്ങിന് ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, വാട്സാപ്പ് ഒരു നമ്പറേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനെ കൊണ്ട് കുറേ പേര് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു നമ്പറും കൂടെ ആഡ് ചെയ്യുകയാണ്. സീസൺ ടൈം ആവാൻ നേരത്ത് നമുക്ക് ഷോപ്പിലെ കസ്റ്റമേഴ്സും പിന്നെ അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫാമിലി എമർജൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പം എനിക്കൊന്ന് ഇതിന്ന് വിട്ട് നിൽക്കണം. അതായത് എനിക്ക് വാട്സാപ്പ് കറക്റ്റ് നോക്കാൻ പറ്റാണ്ടായി. അപ്പം ഒരു ഓൺലൈൻ ചെയ്യുന്ന ആർക്കായാലും അറിയായിരിക്കുമല്ലോ, നമ്മൾ ഇത്രയും നമുക്ക് ഓൺലൈനിൽ നമുക്ക് എൻക്വയറീസ് വരുമ്പോൾ ചിലതൊക്കെ അപ്പം മിസ്സായി പോകും. അപ്പോൾ അതിൻ്റെത് വരാൻ നേരത്ത് കുറേ ചാറ്റ് മിസ്സായി പോകും, സമയത്ത് കൊടുക്കാൻ പറ്റാണ്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനോടും ഞാനതിന് സോറി ചോദിക്കുകയാണ്. കാരണം നമുക്ക് ഇത്രയും ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് അപ്പോൾ നമ്മൾ അതിനി അങ്ങനെ ഒരിക്കലും വരുത്താൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളൊരു പുതിയ നമ്പർ, ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇനി ഇത്രയും കാലം ബുക്ക് ചെയ്തവർക്കാർക്കും ഓർഡർ ഐ ഡി ഒന്നുമില്ല. നമ്മൾ വാട്സാപ്പിൽ തന്നെ നമ്മൾ നോക്കിയിട്ട് ഏതാണ് അഡ്രസ്സ് നോക്കിയിട്ട് നമ്മൾ ചെയ്യാറാണ്. ഇനിയിപ്പോൾ ഓർഡർ ഐ ഡി വെച്ചിട്ടായിരിക്കും ഓരോ ബുക്കിംഗ് ഉണ്ടാവുക. അപ്പോൾ എൻ്റെ നമ്പറിൽ ബുക്ക് ചെയ്താലും ആ നമ്പറിൽ ബുക്ക് ചെയ്താലും എവിടെ കോൺടാക്ട് ചെയ്താലും ഓർഡർ ഐ ഡി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. ഇനി അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങൾ മാക്സിമം നോക്കും. അപ്പോൾ ഈ ഒരു വർഷം തൊട്ട് ഞങ്ങൾ ചെയ്യണ ഫസ്റ്റ് ആയിട്ടുള്ളൊരു മെയിൻ ചേഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്കിംഗ് എടുക്കുന്നത് മൾട്ടിപ്പിൾ നമ്പേഴ്സ് കൂടെ ഞങ്ങൾ ബുക്കിംഗ് എടുക്കുന്നുണ്ട്. ആ നമ്പർ കറക്റ്റായിട്ട് ഞങ്ങൾ മെൻഷൻ ചെയ്തിടാം. ആ നമ്പറിൽ അടുത്തൊരു ചേഞ്ച് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ചേഞ്ചല്ല അടുത്തൊരു ഇത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും പറയണില്ലേ എല്ലാം കളർ ചേഞ്ചസും മറ്റേതൊക്കെ ആയിട്ട് ഒരേ ഡിസൈൻ തന്നെ പല കളേഴ്സിലാണ്. ആക്ച്വലി അതിൻ്റെ ഡിമാൻഡ് ഇപ്പോഴും അത്രയും ഉണ്ടായിട്ട് തന്നെയാണ് ഞങ്ങൾ ചെയ്യണത് കേട്ടോ. ഞങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, നമുക്കിപ്പോൾ ഇവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും നമ്മളെല്ലാവരും ഇതിന് തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാത്രിയാണെങ്കിലും ഒക്കെ ഈ ഒരു വർക്ക് തന്നെയാണ് നമുക്ക് റിപ്പീറ്റ് ഓർഡേഴ്സ് അത്രയും വരുന്നതുകൊണ്ടാണ് നമ്മൾ അതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മൾ മാറ്റില്ലേ, നമുക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ നമുക്ക് കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്യണത് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ അതിനായിരുന്നു പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പം കുറേ പേര് ഇപ്പോൾ വിചാരിക്കണം നമുക്കതൊന്നും പറ്റാഞ്ഞിട്ടാണ് എന്നുള്ളൊരു ഇത് കേട്ടപ്പോൾ അപ്പോൾ അവിടെ നമുക്കൊരു എന്നാൽ പിന്നെ ഞങ്ങൾക്ക് പറ്റാഞ്ഞിട്ടല്ല എന്നുള്ളത് അതൊന്നും നമ്മൾ പ്രൂവ് ചെയ്യണം എന്നുള്ളൊരിതിൽ അപ്പോൾ ഞങ്ങൾ വിചാരിക്കണം ഒരു വീക്ക്ലി വൺസ് എങ്കിലും, ഡെയിലി ആണ് എൻ്റെ ആഗ്രഹം, മാക്സിമം എത്ര പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം നമ്മൾ ബാക്കി അതായത് കസ്റ്റമർ തന്ന ഒരു ഓർഡറും നമ്മൾ ഒരു ഡിലേയും വരുത്താണ്ട് കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഇത്. അപ്പോൾ അത് അതേപോലെ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് മാക്സിമം എത്ര ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ട് ഞങ്ങൾ ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി വൺസ് എങ്കിലും എന്തെങ്കിലും ഒന്ന് നമ്മൾ പുതിയതായിട്ട്, അതായത് ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചിട്ട് എന്തെങ്കിലും ഞങ്ങളൊന്ന് പുതിയൊരു പ്രൊഡക്റ്റ് ഞങ്ങളുടേതായിട്ട് ലോഞ്ച് ചെയ്യും. അത് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. മാക്സിമം അല്ലെങ്കിൽ 24 to 48 hours ഡിസ്പാച്ച് ചെയ്യുന്ന രീതിയിൽ എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ പുതിയതായിട്ടൊന്ന് ചെയ്യാൻ ആഗ്രഹിക്കണം. 2026 ഞങ്ങൾ ആഗ്രഹിക്കണം. അടുത്തൊരു കാര്യം അതാണ്. പിന്നെ എല്ലാ പ്രാവശ്യം പറയണ പോലെ ചെറിയൊരു റിക്വസ്റ്റാണ്, നിങ്ങൾ വിളിക്കുമ്പോൾ നോർമൽ കോൾ വിളിക്കാൻ ശ്രമിക്കുക എപ്പോഴും. വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് വിളിച്ചുകൊണ്ടിരുന്നോളൂ, എന്നാലും കുഴപ്പമില്ല. പക്ഷേ നോർമൽ കോൾ വിളിക്കാൻ ശ്രമിക്കുക. വാട്സാപ്പിൽ കോൾ ഞങ്ങൾ എപ്പോഴും സൈലൻ്റ് ആക്കി വെക്കാറാണ്. വാട്സാപ്പ് കോൾ ഞങ്ങൾ ചെക്ക് ചെയ്യാറില്ല. അപ്പോൾ നോർമൽ കോൾ വിളിക്കുക. അപ്പോൾ ചില കസ്റ്റമേഴ്സിൻ്റെ ഒരു കേസിൽ എനിക്കത് പറയണോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ചിലർ വിളിക്കുമ്പോൾ വിളിച്ച 5, 10, 15 വർഷം അടുപ്പിച്ച് വിളിക്കും. നമ്മളിപ്പോൾ ഒരു സമയത്ത് നമ്മളൊരു കോൾ എടുത്തിട്ടില്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ അതിൻ്റെ അർത്ഥം നമ്മുടെ കയ്യിൽ ആ ഫോണില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ആവും എന്നൊരിക്കൽ നമുക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കുമല്ലോ. നമ്മളിപ്പോൾ വേണമെന്ന് വെച്ചിട്ട് എന്തായാലും നമ്മൾ ഇവിടുന്ന് എടുക്കാണ്ടിരിക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയോ അല്ലെങ്കിൽ നമ്മൾ ഫോൺ അപ്പോൾ നിങ്ങൾ കുറച്ചൊരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ട്രൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഇത് ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങൾ മിസ് കോൾ ചെക്ക് ചെയ്യാറില്ല. കാരണം വാട്സാപ്പ് ത്രൂ ആണല്ലോ നമ്മൾ ഓർഡർ എടുക്കുന്നത്. അപ്പോൾ വാട്സാപ്പിൽ റിപ്ലൈ ചെയ്യാമെന്നുള്ള ആ ഒരു ഇതില്ല. മിസ് കോൾ ഇപ്പോൾ ചെക്ക് ചെയ്തിട്ട് അതങ്ങോട്ട് ആ ഒരു ശീലയെ മാറിപ്പോയി സത്യം പറഞ്ഞാൽ. മിസ് കോൾ ആരൊക്കെയാണ് വിളിച്ചു, കാരണം കുറേ അൺനോൺ നമ്പേഴ്സ് ഉണ്ടാകും, ആരെ തിരിച്ച് വിളിക്കണം എന്നൊന്നും അറിയാത്തതുകൊണ്ട്. വേണ്ടവരാണെങ്കിൽ വാട്സാപ്പ് ചെയ്യല്ലോ എന്നുള്ളൊരു ഇതിലാണ് ഞങ്ങൾ. കാരണം വാട്സാപ്പ് ത്രൂ ആണല്ലോ നമ്മൾ ബുക്കിംഗ് എടുക്കണം. അപ്പോൾ ഇങ്ങനെ വിളിക്കണവരോട് ചെറിയൊരു റിക്വസ്റ്റാണ്, അതായത് വിളിക്കുമ്പോൾ ഒരുമിച്ച് 10-15 പ്രാവശ്യം വിളിക്കാണ്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞൊക്കെ വിളിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ, കാരണം ആ ഒരു സമയം നമ്മൾ നമുക്ക് എടുക്കാൻ പറ്റാഞ്ഞിട്ടാണല്ലോ എടുക്കാതെ. അപ്പോൾ തന്നെ അടുപ്പിച്ച് വിളിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾക്കത് ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. കാരണം 15 പ്രാവശ്യം വിളിച്ചിട്ട് കൊടുത്തില്ലല്ലോ എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുക. പക്ഷേ നമ്മളത് ആ ഒരു മൊമെൻറ്റിൽ നമ്മുടെ കയ്യിൽ ഫോണില്ലെങ്കിൽ നിങ്ങൾ 10 പ്രാവശ്യം 15 പ്രാവശ്യം വിളിച്ചിട്ട് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ വിളിക്കുന്ന കസ്റ്റമേഴ്സ് അതൊന്ന് എൻ്റെ റിക്വസ്റ്റാണ്, നിങ്ങൾ ഒന്നെങ്കിൽ വാട്സാപ്പ് ചെയ്യാം. വാട്സാപ്പിൽ റിപ്ലൈ ഇപ്പോൾ ഈ ഒരു സമയത്ത് അതെനിക്ക് തോന്നുന്നു ഡിസംബറിൽ മാത്രമാണ് എൻ്റെ അടുത്ത് എനിക്ക് ഇത്രയും വർഷമായിട്ടുള്ള എൻ്റെ ഒരു ബുട്ടിക് ജേർണിയിൽ ഈ ഒരു മാസം മാത്രമാണ് എനിക്ക് ഇങ്ങനെ കറക്റ്റ് റിപ്ലൈ ചെയ്യാൻ പറ്റാണ്ട് ആയിട്ടുണ്ടായിരുന്നത്. അതിന് ഞാൻ ഓരോരുത്തരുടെ അടുത്തും പേഴ്സണലി ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ഒരു ഇതിൽ അപ്പം നമുക്ക് അങ്ങനെയാണ് നമുക്കൊന്ന്
ഒരു എന്താ പറയുക കുറച്ചും കൂടെ എങ്ങനെ ബെറ്റർ ആക്കാൻ നോക്കാനുള്ളത്. അപ്പോൾ വാട്സാപ്പിൽ വിളിക്കാണ്ട് നോർമൽ കോൾ വിളിക്കാം. കാരണം വാട്സാപ്പ് കോൾ ഇതുവരെയും നമുക്കത് ഞങ്ങൾ നോക്കാറില്ല കേട്ടോ. ചിലർ ചാറ്റ് അയച്ചിട്ട് അത് നോക്കാനായിട്ട് വാട്സാപ്പിൽ വിളിക്കും. അപ്പോഴും നമ്മൾ നോക്കാറില്ല. ഞങ്ങൾ എങ്ങനെയാണോ നമ്മളുടെ ചാറ്റ് വരുന്ന ഓർഡർ അതിൽ തന്നെ നമ്മൾ നോക്കാറുള്ളൂ. അപ്പോൾ ആര് വിളിച്ചു ആര് മിസ്സടിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ ആദ്യം നോക്കാറില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങനെ തന്നെ അത് ഫോളോ ചെയ്യുള്ളൂ. അപ്പോൾ വാട്സാപ്പിൽ വിളിക്കണവർ അതൊന്ന് ശ്രദ്ധിക്കും. എല്ലാവരും ചോദിക്കാറുണ്ട് വെബ്സൈറ്റ് ആക്കാം. വെബ്സൈറ്റ് ത്രൂ ഒന്നും അല്ലാണ്ട്, അതായത് ഫുള്ളി അങ്ങനെ ചെയ്യാണ്ട് നമ്മളൊരു പേഴ്സൺ ടു പേഴ്സൺ നമ്മൾ സംസാരിച്ചിട്ട് അതിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് ബുക്ക് ചെയ്യുന്ന ഒരു സുഖം ഈ വെബ്സൈറ്റ് ത്രൂ കിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ സംഭവങ്ങൾ അതിൽ പോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് അത്രയ്ക്കും, ഞങ്ങളുടെ ഒരു സർവീസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ടും നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് അത്രയും നല്ലതാവാനായിട്ടാണ് നമ്മൾ ഈ വാട്സാപ്പ് ത്രൂ ബുക്കിംഗ് എടുക്കുന്നത്. വെബ്സൈറ്റ് കൂടെ ഒന്നും അല്ലാണ്ടും ഒക്കെ ചെയ്തിട്ടെല്ലാം ഇങ്ങനെ മാനുവലി തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു നിങ്ങൾക്കൊരു നമ്മളിപ്പോൾ ഒരു മെയിലിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് ഒരു വാട്സാപ്പ് ത്രൂ അല്ലെങ്കിൽ വിളിച്ചിട്ട് അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. അതിൻ്റെ ഒരു ധൈര്യം നിങ്ങൾക്ക് കിട്ടണതും വേറെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ എവിടെന്നെങ്കിലും എന്തെങ്കിലും ബുക്ക് ചെയ്യുകയാണെങ്കിൽ വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്തിട്ട് അയ്യോ എന്തായോ അങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും നമുക്കിത് ഡയറക്റ്റ് എപ്പോഴും നമ്മൾ ബുക്ക് ചെയ്ത് ഡയറക്റ്റ് അപ്പോൾ നമുക്കത് ചോദിച്ചറിയാൻ പറ്റുന്ന ഒരു സൗകര്യം ഞങ്ങളത് അങ്ങനെ ചെയ്തേക്കുന്നത് നിങ്ങളുടെ ഒരു ഞങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സർവീസ് നിങ്ങൾക്ക് തരാനായിട്ടാണ്. അപ്പോൾ അപ്പം ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാവാൻ നേരത്ത് നമുക്കിടയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒരു ഇത് മാത്രം, അതായത് നമ്മളിങ്ങനെ ഈ വിളിച്ചിട്ട് ലൈക്ക് ചാറ്റ് നോക്കാനായിട്ട് വിളിക്കുക അങ്ങനെ ചെയ്യേണ്ടത് ഒന്ന് വെയിറ്റ് ചെയ്യാം. കാരണം കുറേ പേര് ഇന്നാളൊക്കെ കസ്റ്റമേഴ്സ് പറയണ്ടായി രാവിലെ അയച്ചിട്ടേ ഉള്ളൂ, രാവിലെ ഒരു 3-4 മണിക്കൂറാണ് ഡിലേ ആയേക്കണേ, വേഴ്സ്റ്റ് സർവീസ് എന്നൊക്കെ പറയണ്ടായി. ഞാൻ ചോദിച്ചു അവർ നമ്മളുടെ അടുത്ത് ബുക്ക് ചെയ്തിട്ടില്ല, ഒരു ഡ്രസ്സ് ബുക്ക് ചെയ്തിട്ടില്ല, ബുക്ക് ചെയ്ത സാധനം അവർക്ക് കിട്ടാണ്ട് നിന്നിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അവർ പറഞ്ഞു എനിക്ക് മെസ്സേജ് അയച്ചിട്ടേക്കണം വേഴ്സ്റ്റ് സർവീസാണ്. എനിക്കത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത്. കാരണം ഒരു ഓൺലൈൻ നടത്തണ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് റീച്ചുള്ള ഒരു ബൊട്ടീക്കിന് ഒരു 4 മണിക്കൂറിലൊക്കെ എടുക്കും റിപ്ലൈ ചെയ്യാനായിട്ട്. അത് 4 മണിക്കൂറൊക്കെ വളരെ കുറവാണെന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ 4 മണിക്കൂറൊക്കെ എന്തായാലും എടുക്കും. അത്രയും ക്ഷമയില്ലാത്തവർക്കൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് സർവീസ് ആണെങ്കിൽ ഓക്കെ, സർവീസ് ആയിക്കോട്ടെ, നമുക്കതിലൊരു കുഴപ്പമില്ല. പക്ഷെ നമുക്ക് പറ്റണത് നമ്മൾ മാനുവലി റിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു കണക്കുണ്ടല്ലോ. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരാൾക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ ഒരാൾക്ക് ചെയ്യുമ്പോൾ അപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യണ്ടാവും. പക്ഷേ ഇതൊക്കെ ഒന്നും മനസ്സിലാക്കിയിട്ട് നമ്മൾ ബുക്ക് ചെയ്യാൻ വരുവാണെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കുറച്ചും കൂടെ നമുക്ക് നല്ല സർവീസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ നിങ്ങളും ഹാപ്പി ആയിരിക്കും, ഞങ്ങളും ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് കുറച്ച് ഡിലേ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെയൊക്കെ ബുക്ക് ചെയ്യണവരല്ലേ ആക്ച്വലി ഇങ്ങനെയൊക്കെ ഓൺലൈൻ ബുക്ക് ചെയ്യുക അല്ലേ. അല്ലാണ്ട് നമ്മൾ ഇപ്പോൾ കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ബുക്ക് ചെയ്യാൻ നമുക്ക് ആക്ച്വലി അത് ചിലപ്പം വല്ലാണ്ട് റെഡി സ്റ്റോക്ക് ചെയ്യുന്നിടത്തൊക്കെ ഓക്കെ ആയിരിക്കും. പക്ഷെ നമ്മളിങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഓരോരുത്തർക്ക് വേണ്ട സാധനം അവരുടെ ഇഷ്ടപ്രകാരം എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇത്രയൊക്കെ ഡിലേ നമുക്ക് എന്തായാലും വരും. ഇതിനെക്കാട്ടിയും കൂടുതൽ ഫാസ്റ്റ് നമുക്ക് ആക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ റിപ്ലൈ ലേറ്റ് ആയത്, അതായത് ഒരു ബുക്ക് ചെയ്തവരൊക്കെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു, ട്രാക്കിങ്ങിനും അതിനൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നത് അതെൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അത് എൻ്റെ കുറേ പ്രശ്നങ്ങൾ കാരണം, അതായത് ഇവിടുത്തെ തിരക്കും എല്ലാം കൂടെ ഒക്കെ ആയപ്പോൾ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാണ്ടായതുകൊണ്ടാണ്. കഴിഞ്ഞ വർഷം നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ ഫോളോവേഴ്സിനും എല്ലാ കസ്റ്റമേഴ്സിനും എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഈ വർഷം എന്നെക്കൊണ്ട് പറ്റണ പോലെ എൻ്റെ മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഏറ്റവും നല്ല സർവീസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് ഞങ്ങൾ തരുന്ന വാക്കാണ്. താങ്ക് യു.